ദോശപ്പൊടി ഉണ്ടാക്കാൻ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കേട്ടോ. കുറച്ച് പരിപ്പ് വർഗ്ഗങ്ങളാണ് നമുക്കിത് വറുത്ത് കോരേണ്ടത്. ആദ്യം ചെറുപയർ പരിപ്പാണ് ഇതുപോലെ 1 കപ്പ് വറുത്ത് കോരുക. നല്ല ബ്രൗൺ നിറമാകുന്നവരെ വറുക്കണം കേട്ടോ. അടുത്ത ഉഴുന്നും പരിപ്പാണ്, അതും ഇതുപോലെ എല്ലാം ഒരേ അളവിൽ തന്നെ എടുക്കുക. അടുത്തത് നമുക്ക് വേണ്ടത് അരിയാണ് കേട്ടോ. ഞാൻ ചോറ്റരിയാണ് എടുത്തിരിക്കുന്നത്, 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതും ഇത് ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരെ വറുത്ത് കോരുക. പിന്നെ സാമ്പാർ പരിപ്പ് നല്ലപോലെ വറുത്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് 1 കഷ്ണം കായ ഇട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. ഇനി 1 തുടം വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്ത് അതും മുളകും കറിവേപ്പിലയും കൂടിയിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക കേട്ടോ. എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ തണുപ്പിക്കണം. തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ 2 പ്രാവശ്യമായിട്ട് ഇട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. ആദ്യം ഞാൻ നല്ലപോലെ ഒന്ന് പൊടിച്ചു കൊണ്ടുവന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്നും കൂടെ പൊടിച്ചു കൊണ്ടുവരിക. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അടുത്തതും അതുപോലെ പൊടിച്ചു കൊണ്ടുവന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തണുത്തതിന് ശേഷം വേണം ബോട്ടിലിൽ അടച്ചു വെക്കാനായിട്ട്. അപ്പോൾ ഒരു 1-2 മണിക്കൂർ പുറത്തിരിക്കട്ടെ. നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ളെങ്കിലും ബോട്ടിലിൽ അടച്ചു വെക്കാം. പൊടി ദോശയോ പൊടി ഇഡലിയോ ഒക്കെ ഉണ്ടാക്കുന്നതിന് അടിപൊളി ടേസ്റ്റാണ്. ഞാൻ വേറൊരു വീഡിയോയിൽ പൊടി ഇഡലി ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.